ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രോക്ക് നെറ്റി സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ളൊരു കോട്ടൺ തുണി എടുത്തതുപോലെ റൗണ്ട് ഷേപ്പിൽ നെക്കിൽ വെട്ടിയെടുക്കാം. നമ്മളിത് വെട്ടുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി പല ടോപ്പുകളുടെയും നമ്മൾ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് കട്ടിങ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി കട്ടിങ്ങിൻ്റെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അതേ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ നല്ല പുറത്ത് വെച്ചിട്ട് അടിക്കുക. അതിന് ശേഷം നമ്മളത് മറച്ചിട്ട് അടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പുറത്ത് ഇതുപോലെ അടിച്ചതിന് ശേഷം ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കുക. അത് മടക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ വെച്ചിട്ട് ഇതുപോലെ വീണ്ടും ഒരു അടി കൊടുക്കണം കേട്ടോ, ഫുള്ളായിട്ട്. എന്നുവെച്ചാൽ അത് മടക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് തന്നെ നോക്കിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വളച്ച് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മടക്കി അടിക്കണം. മടക്കി അടിക്കുമ്പോഴെന്ന് വെച്ചാൽ കഴുത്തിന് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ലൈനിങ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ തുണി തന്നെ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ ലൈനിങ് ഇടാത്തത് കാരണമാണ് നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് അടിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ വീണ്ടും അടി കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. അപ്പോൾ നല്ല പുറത്താണ് നമ്മൾ ഈ അടിക്കുന്നത്. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം നമുക്ക്. ഫ്രോക്ക് നൈറ്റീസ് നമുക്ക് സിമ്പിളാകുമ്പോൾ വീട്ടിലായിട്ടും ഇടാമല്ലോ. ഇതെന്ന് വെച്ചാൽ നല്ല റേറ്റ് കുറവിൻ്റെ തുണിയാണ് കേട്ടോ. നമുക്കിതുപോലെ വീട്ടിലൊക്കെ ഇടാനായിട്ട് വീട്ടമ്മമാർക്കൊക്കെ സുഖമാണ്. ഇതുപോലത്തെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 100-150 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പ് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. വേറെ ചിലവൊന്നുമില്ല, പുറത്തൊന്നും കൊടുക്കേണ്ടത്. കൈക്ക് വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുള്ള തുണിയാണ്. നമ്മൾ കൈക്ക് ചെറിയൊരു പഫ് ഇടുന്നുണ്ട്, ഒരു 2-3 അടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ചെറുതായിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ മടക്കിയിട്ട് നമ്മളൊരു അടി കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഒരു പീസ് തുണി എടുത്തിട്ട് നമ്മൾ അടിക്കാനായിട്ട്. അപ്പോൾ കൈ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വേഗം സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം എളുപ്പമാക്കി എടുക്കാമല്ലോ. അത് ആ സെൻറ്റർ വെച്ച് ഇതുപോലെ മടക്കി ആ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെ മടക്കണം കേട്ടോ, കാരണം സെൻറ്ററിൽ വരുന്നതാണ് ഈ ഭാഗം. അപ്പോൾ അതൊന്ന് വേഗം കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു സ്കെയിലോ അല്ലെങ്കിൽ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തുണിയൊന്നുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടിച്ചാൽ മതി. അപ്പോൾ 2 പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ നൂലൊന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ആ പഫ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 2 കൈ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ കൂട്ടാണ്. നമ്മുടെ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും അതുപോലെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കോട്ടൺ തുണി വെച്ചിട്ട്. അതിന് ശേഷം 2 സൈഡും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് കൊടുക്കണം. കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിട്ടുള്ള പഫ് ഇതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഈ പഫ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റായ സെൻറ്ററിൽ വെച്ചിട്ട് മടക്കിയിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈയും ഇതുപോലെ തന്നെ 2 സൈഡിലും ഫിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഷേപ്പാണ് അടിക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ പ്രില്ലടിക്കേണ്ടത്. ഷേപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാകത്തിനുള്ള ഷേപ്പ് നമ്മൾ അടിച്ചെടുക്കാം. അതിന് ശേഷം അടിയിൽ പ്രില്ല് വെക്കാനായിട്ട് 5 സെൻറ്റിമീറ്റർ നീട്ടത്തിലൊരു തുണി, എന്ന് വെച്ചാൽ ഇറക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ അങ്ങനെ നമ്മൾ തുണി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അടിയിൽ പ്രില്ലായിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ മടക്കുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് പ്രില്ല് നമുക്ക് എന്തോരം ലെങ്ത്താണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ പ്രില്ലാണ് ഈ അടിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു മടക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു ഇതാണ് നമ്മുടെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.